നമസ്കാരം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ നമ്മൾ ആരെങ്കിലും സന്തോഷിക്കാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ നാട്ടിൽ സന്തോഷിക്കുന്ന ചിലരുണ്ടെന്നേ. ചിലപ്പോൾ നിങ്ങൾക്കത് വിശ്വാസം വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വിശ്വസിപ്പിക്കാനുള്ള ദൃശ്യം കാട്ടിത്തരും. കേരളത്തിലെ 4 മുഖ്യമന്ത്രി കസേര മോഹികളിൽ 2 പേരെന്ന് ഒരുമിച്ച് നടന്നു വരികയാണ്. സതീശൻ ജിയും നമ്മുടെ ഉസ്മാൻ ജി അഥവാ ചെന്നിത്തല ജിയും കൂടി. ആ സന്ദർഭത്തിലാണ് 24 മണിക്കൂറായിട്ട് വാക്ക് പറഞ്ഞിട്ട് എന്തായി, പട്ടികേട് എന്നുള്ള ചോദ്യവുമായി മാധ്യമങ്ങൾ വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഈ 2 പേർ തമ്മിൽ വരുമ്പോൾ അയ്യോ കുരുക്കായല്ലോ, പാർട്ടിക്ക് ഇത് വിനയാകും എന്ന് ആലോചിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് കൂടി അതിൻ്റെ ഒരു വിഷമം വരണം. അയ്യോ അടുത്ത് നിൽക്കുന്ന ആൾ പെടാൻ പോകുന്നു, അത് നമ്മുടെ പാർട്ടിയെ ബാധിക്കുമെന്നാണ്. പക്ഷേ നിങ്ങൾ നമ്മുടെ ഉസ്മാൻ ജിയുടെ ആ സമയത്തെ സന്തോഷം ഒന്ന് നോക്കിയേ മക്കളേടാ. അതൊന്ന് സ്ലോ മോഷനിൽ കാണിച്ചു കൊടുത്തേ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ അങ്ങ് പട്ടിക പ്രഖ്യാപിക്കുന്നത് വേറെ പണിയൊന്നുമില്ല. അങ്ങ് തന്നെയാണ് പറഞ്ഞത്. 24 മണിക്കൂറിൽ അങ്ങ് പട്ടിക പ്രഖ്യാപിക്കുന്നത് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞോണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി. അങ്ങ് പറഞ്ഞതാണ്. 24 മണിക്കൂറിൽ അങ്ങ് പട്ടിക പ്രഖ്യാപിക്കുന്നത് വേറെ പണിയൊന്നുമില്ല. എന്തൊരു സന്തോഷം! പൂത്തൊലഞ്ഞു പോവുകയും അവൻ അങ്ങനെ തന്നെ വേണം. അവൻ കുറെ ദിവസമായിട്ട് ഈ ഡയലോഗ് അടിച്ച് സ്കോർ ചെയ്ത് പോവുകയാണ്. അവൻ പെടണ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ആഹ്ലാദം വരും. പെട്ടേ, അവൻ പെട്ടേ, വെറും ഡയലോഗ് അടിക്കാറൻ പെട്ടേ, അവൻ അങ്ങനെ തന്നെ വരണമെന്നുള്ള മുഖഭാവത്തിലും അതിയായ സന്തോഷത്തിൽ മൈക്ക് മാറ്റി നീ ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ചോ എന്ന രീതിയിൽ അവിടെ നിന്ന് ഉസ്മാൻ ജി പോണ ആ പോക്ക് കണ്ടപ്പോൾ തന്നെ ഒരുത്തൻ വീണതിലുള്ള മറ്റൊരാളുടെ സന്തോഷം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഒന്ന് നോക്കണേ. ടീം UDF ആണ്. ടീം UDF എന്ന് ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുന്ന സതീശനെ ടീം UDF പെട്ട ഒരാൾ ഒരു കുഴിയിൽ വീഴുന്ന സമയത്ത് സന്തോഷിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്ന ആ രംഗം കാണുമ്പോൾ ഈ ടീം UDF എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ തന്നെ വായിച്ചെടുത്തോളൂ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ അങ്ങ് പട്ടിക പ്രഖ്യാപിക്കുന്നത് വേറെ പണിയൊന്നുമില്ല. അങ്ങ് തന്നെയാണ് പറഞ്ഞത്. 24 മണിക്കൂറിൽ അങ്ങ് പട്ടിക പ്രഖ്യാപിക്കുന്നത് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞോണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി. അങ്ങ് പറഞ്ഞതാണ്. 24 മണിക്കൂറിൽ അങ്ങ് പട്ടിക പ്രഖ്യാപിക്കുന്നത് വേറെ പണിയൊന്നുമില്ല. അങ്ങ്